ഡിവൈഎഫ്ഐ അതേപോലെ വിവിധ സന്നദ്ധ സംഘടനകളൊക്കെയും പണം നൽകിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പക്ഷേ വോട്ടിനെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സഹായം അത് ഡിവൈഎഫ്ഐയുടേതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കുമോ ഇപ്പം അബിൻ വർക്കി അടക്കമുള്ളവരൊക്കെ ഇപ്പോൾ ഡിവൈഎഫ്ഐക്കെതിരെ തിരിഞ്ഞത്? ദുരന്തബാധിതരുടെ പേരിൽ നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ കൊള്ള ജനങ്ങൾ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർക്കെതിരായുള്ള വലിയ പ്രതിഷേധം ജനങ്ങൾ ഉയരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ എന്ത് ചെയ്യുകയാണ്? ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. ഡിവൈഎഫ്ഐയെയും കൂടെ മോശമാക്കി ചിത്രീകരിക്കാൻ കഴിയുമോ എന്ന്. ഡിവൈഎഫ്ഐ ചെയ്തത് എന്താ? കൃത്യമായി 25 വീടുകളാണ് പ്രഖ്യാപിച്ചത്. ആ 25 വീടുകൾക്ക് പകരം 100 വീടുകളുടെ പണം കണ്ടെത്തി കൃത്യമായി നേരത്തെ തന്നെ അത് കൊടുക്കാൻ സർക്കാരിലേക്ക് ഈ ടൗൺഷിപ്പിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ കണക്ക് അവതരിപ്പിച്ചു. എത്രയാണ് പിരിച്ചത്, ഓരോ കമ്മിറ്റികൾ എത്രയാണ് പിരിച്ചത്, ആ കണക്ക് കൃത്യമായി അവതരിപ്പിച്ചതാണ്. ഞാൻ അന്ന് ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വയനാട് ജില്ലയിൽ ഞങ്ങൾ 66 ലക്ഷം രൂപയാണ് വയനാട് പോലെയുള്ള ഈ ദുരന്തമുണ്ടായ ജില്ലയായ ചെറിയ ജില്ലയിൽ നിന്ന് 66 ലക്ഷം രൂപ ശേഖരിച്ചു. ഓരോ യൂണിറ്റിൽ നിന്നും, ഓരോ യൂണിറ്റ് പ്രദേശത്തു നിന്നും, മേഖലാ കമ്മിറ്റികളിൽ നിന്നും, ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നും എത്രയാണ് തുക കിട്ടിയത് ഞങ്ങൾ പരസ്യപ്പെടുത്തതാണ്. അത് സംസ്ഥാനത്ത് ആകെ അങ്ങനെ ചെയ്തതാണ്. ഇപ്പോഴും ആര് ചോദിച്ചാലും കൊടുക്കാൻ ഞങ്ങൾ കഴിയും. ഈ നിങ്ങൾ പരാമർശിച്ച അബിൻ വർക്കി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് പറയാൻ കഴിയുമോ കോൺഗ്രസ് ആപ്പുണ്ടാക്കി പണം ശേഖരിച്ചു, ജനങ്ങളിൽ നിന്നാണ് പണം ശേഖരിച്ചത്? എത്ര പണമാണ് ശേഖരിച്ചത്? ആ പണം ഇപ്പോൾ എവിടെയാണുള്ളത്? ആ പണം ഉപയോഗിച്ച് എന്താണ് ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്തത്? ആ പണം എവിടെയാണുള്ളത് എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്, ഏറ്റവും ഒടുവിൽ കുറേ വട്ടം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിലുണ്ട് എന്നാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ നോമിനേഷൻ പേപ്പർ നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായുള്ള സത്യവാങ്മൂലത്തിൽ എവിടെയും ഈ ജോയിൻ്റ് അക്കൗണ്ടിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നാണല്ലോ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. രണ്ടാമത് അദ്ദേഹം എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെയാണ് വീട് നിർമ്മാണം ആരംഭിച്ചത്? യഥാർത്ഥത്തിൽ കോൺഗ്രസ് 100, യൂത്ത് കോൺഗ്രസ് 30, രാഹുൽ ഗാന്ധി 100, 230 വീടുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അവർ സ്ഥലം എടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴാണ്. 3 ഏക്കർ 15 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ അവരെടുത്തിട്ടുള്ളത്. ആ 3 ഏക്കർ 15 സെൻറ്റ് സ്ഥലത്ത് നമുക്കറിയാം റോഡ്, അതുപോലെ കിണർ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യം, ഇതെല്ലാം അതിൽ വരുമ്പോൾ എത്ര സ്ഥലം അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും? ബാക്കി എത്ര സ്ഥലം അവിടെ വരും? അതിൽ എത്ര വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയും? 20-ൽ താഴെ വീടുകൾ ഇപ്പോൾ അവർ പറയുന്ന പ്രകാരം നിർമ്മിക്കാൻ കഴിയുക 20 വീടിൽ താഴെ വീടുകൾ മാത്രമാണ്. ബാക്കി വീടുകൾക്കുള്ള സ്ഥലം എടുത്തിട്ടുണ്ടോ? ഇനി 20 വീട് തന്നെ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ? നിർമ്മിക്കാൻ ആരംഭിച്ചു എന്ന് പച്ച നുണ അദ്ദേഹം പറഞ്ഞുവെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ പോയി ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ ആരംഭിച്ചിട്ടില്ല. തറക്കല്ലിട്ടതല്ലാതെ ആ തറക്കല്ല് പോലും കാണാത്ത നിലയിലേക്ക് ഇപ്പോൾ അവിടെ മാറിയിരിക്കുന്നു.